അങ്ങനെ പറയാം. എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തുടങ്ങിയ സമയത്ത് ആര് എന്ത് കമൻറ്റ് ചോദിച്ചു കഴിഞ്ഞാലും വളരെ സഭ്യമായിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റിനെ അങ്ങനത്തെ രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോൾ അവർക്ക് കുറച്ച് റീച്ചും കാര്യങ്ങളും ഒക്കെ ആയി അവർ എന്തിട്ടാലും ഒരു 1 ലാക്ക് അല്ലെങ്കിൽ 2 ലാക്ക് കയറുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കമൻറ്റ് ചോദിച്ചെങ്കിൽ പോലും അതിനും ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, വേണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ എന്തായാലും നമ്മളുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീഡിയോയ്ക്ക് 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷമൊക്കെ മിനിമം കിട്ടുന്നൊരു വ്യൂസ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ അവരുടെ വ്യൂവേഴ്സിനോട് പെരുമാറിയാലും കുഴപ്പമില്ല. ഇപ്പോൾ വ്യൂവേഴ്സ് എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയ കാര്യമൊന്നുമല്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ അഭിലാഷ് ശ്രീകുട്ടി, അഭിശ്രീ എന്ന് പറയുന്ന ചാനലിലെ അഭിലാഷ് ശ്രീകുട്ടീനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരുടെ ചാനലിൽ വന്നിട്ട് ഒരാൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യമുണ്ടോ? കാരണം ആ അഭിലാഷിൻ്റെ കാലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം കുട്ടിക്ക് എന്തെങ്കിലും ഇതുണ്ടോ? ഞാൻ മോശമായിട്ടൊന്നും ചോദിക്കുന്നതല്ല, അങ്ങനെ വളരെ എളിമയായിട്ട് ഫേക്ക് പോലും അല്ലാത്തൊരു റിയൽ ആയിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അവർ അതിന് കൊടുത്തൊരു റിപ്ലൈ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്കിപ്പം എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മളാണെങ്കിൽ തന്നെ കുറച്ചൊരു വറീഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും വരുമോ, അങ്ങനെ നമ്മളൊരു വറീഡ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും ആ ഒരു കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ അതായിരിക്കും ചോദിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും നമ്മളെ വീട്ടിലെ ആൾക്കാരായി കാണുന്ന പല വ്യൂവേഴ്സും ഉണ്ട്. സോ നിങ്ങളുടെ വീഡിയോ വന്നില്ല എങ്കിൽ, ഈവൻ ഇപ്പോൾ ഈ ശ്രീകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ അവർ ഡെലിവറിക്ക് പോയപ്പോൾ നിങ്ങൾ വിഷമിച്ച പോലെ തന്നെ പലവരും വിഷമിക്കുന്നവരുണ്ട്. കാരണം അത്രയധികം സ്നേഹം നമുക്ക് തരുന്നവർ അവരുടെ വീട്ടിലെ ആൾക്കാരായിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ്, ഇവരോരോരുത്തരും കാണുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഈ ഒരു വരുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവർ കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യപ്പെട്ടാണെങ്കിലും നമുക്ക് സഹിക്കാം, അല്ലെങ്കിൽ തെറിവിളിയാണെങ്കിലും സഹിക്കാം. പക്ഷേ ഇവർ കൊടുത്തൊരു റിപ്ലൈ എന്ന് പറയുന്നത് സ്വന്തം പ്രൈവറ്റ് പാട്ട് വെച്ചിട്ടാണ്. അത്രയധികം നാണം കെട്ടൊരു രീതിയിലാണ് ഇവർ കൊടുത്ത ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ റിപ്ലൈ കണ്ടിട്ട് വന്നിട്ട് ബാക്കി. ചേട്ടൻ്റെ കാല് പോലെയാണോ കുഞ്ഞിൻ്റെ കാല്? ഒന്നും തോന്നരുത്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ്, ഏട്ടനും കുഞ്ഞുകൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാൻ ഗൈസ്, ഇതിപ്പോൾ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ഗൈസ്. ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ ഇതുവരെ പറയാമെങ്കിൽ ആ കാര്യം പറഞ്ഞൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കളിയാക്കി പറഞ്ഞതാണോ ഇനി ശരിക്കും പറഞ്ഞതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു കാര്യം വന്ന് പറയേണ്ട കാര്യമുണ്ടോ? ആ കുട്ടീനെ അവിടെ കിടത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, കുഞ്ഞ് വയറ്റിലുള്ള സമയത്താണെങ്കിൽ പോലും നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്. ഇവരുടെ പഴയ ഒരു വീഡിയോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് വിളിക്കുന്ന തെറിവിളികൾ മൊത്തം ആ കൊച്ചിൻ്റെ വയറ്റിൽ, ആ കൊച്ച് ആ കുട്ടീനെ പ്രഗ്നൻ്റ് ആകുന്ന ടൈമിൽ ആ പ്രഗ്നൻ്റ് ആയ ലേഡിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ തെറികളും കാര്യങ്ങളും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ആ കൊച്ച് ഉറങ്ങിക്കിടക്കുന്ന ആ കുട്ടിയുടെ മുന്നിലിരുന്നാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ കുഞ്ഞു കുട്ടികൾ നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അതൊക്കെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ ബിൽഡാകാൻ വേണ്ടിയിട്ട് ഒരുപാട് അത് ഇൻഫ്ലുവൻസ് ആകുന്നതാണ്. സോ നിങ്ങളൊക്കെ എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. സോ ഏത് രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. സോ ആ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടുകയുള്ളൂ. സോ നിങ്ങളുടെ വീട്ടിലൊരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു അച്ഛൻ അമ്മയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പല ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളാണെങ്കിൽ പോലും നോക്കിയിട്ടുണ്ടായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഈ കാര്യം അവർ വളരെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോടാ, അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിൽ ആ കമൻറ്റിന് നിങ്ങൾ
എങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയുന്നതിനോട് എനിക്കൊരു ഞാൻ യോജിക്കുന്നില്ല. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റിനെ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാമായിരുന്നു ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സോ ഇതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് താല്പര്യമില്ല, ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഞങ്ങളോട് ചോദിക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. അതവിടെ തീർന്നു. അതിനെ ഇത്ര ഇതാകണ്ട. അപ്പം നിങ്ങൾ ഈ ഫോളോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ വെറും മണ്ടന്മാരെന്നേ എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറയും. എങ്കിലും കുറേ മണ്ടന്മാരുണ്ട് നിങ്ങളെ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളെ അന്ധമായിട്ട് സ്നേഹിക്കുന്ന കുറേ മണ്ടന്മാരുണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു കാര്യം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തത് ബിഗ് ബോസിൽ പോയ ടൈമിൽ ആ ഒരു ടൈം മുതലാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലിരുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ തന്നെ ഇട്ടിട്ടുണ്ട്, അതായത് പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾ പ്രഗ്നൻസി ഒരു 1.5 ഇയർ മുന്നേ അല്ലെങ്കിൽ ഒരു 1 ഇയർ മുന്നേ ആണ് ഇവരത് ഇട്ടിരുന്നത്. 1.5 ഇയർ ഐ തിങ്ക്. അപ്പോൾ മുന്നേ ആ ഒരു വീഡിയോ ഇട്ടത് സൗന്ദര്യം പോകുമോ എന്നൊന്നും അപ്പോൾ ആ ഒരു ടൈമിൽ, അതായത് കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് ഇവർ പ്രഗ്നൻ്റ് ആവുന്നതും കുട്ടിയാവുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇവർ കുട്ടിയാകാൻ നോക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി കുറച്ച് സെറ്റിൽ ആകാത്തത് കൊണ്ടാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഫിനാൻഷ്യലി സെറ്റിലായിട്ട് തന്നെയാണ് മൂന്നാമതൊരാളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ സ്നഗ്ഗി, അതുപോലെ തന്നെ മെയിനായിട്ട് അവർക്ക് വേണ്ട ഒരു സ്നഗ്ഗി, ഇപ്പോൾ അവരുടെ ക്രീമുകൾ അതൊക്കെ നമുക്ക് വേണം അല്ലേ. ഒരു കുഞ്ഞിന് നമ്മളിപ്പോൾ മീഷോന്ന് വാങ്ങിക്കുന്ന ഒരു 150-200 രൂപയുടെ ഡ്രസ്സൊന്നും പറ്റില്ല. അവർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനാൻഷ്യലി സെറ്റിലായെങ്കിൽ മാത്രമേ നമുക്കൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതവർ പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. സോ അതിന് എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ അന്ന് കുറേ ഇങ്ങനെ വന്ന് പറഞ്ഞു, അന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാത്തത്, ഇപ്പം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വീഡിയോയിൽ വന്ന് കരഞ്ഞവരാണ് ഇപ്പോൾ വന്ന് പറയുന്നത് ഞങ്ങളങ്ങനെ ട്രൈ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് എന്താ പറയുക ബിഗ് ബോസിൽ പോകുന്ന ആ ഒരു ടൈമിലായിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ട് അപ്പോൾ 1.5 വർഷം 2 വർഷമായിട്ട് മരുന്നെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇത് പലവരും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഡെലിവറി വ്ളോഗ് അല്ലെങ്കിൽ പ്രഗ്നൻസി റിവീൽ ഇവർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഞാനതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വെച്ച് തരാം. ആ ഒരു വീഡിയോയിലൊക്കെ ആണെങ്കിൽ ഇവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ കാത്തിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുമ്പോഴൊക്കെ വളരെയധികം വിഷമമായിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ യൂട്യൂബേഴ്സ് വിചാരിക്കുക, നിങ്ങൾ ഫാമിലി വ്ളോഗ്, ഈവൻ ഞാനാണെങ്കിൽ പോലും എൻ്റെ ഫാമിലി വ്ളോഗ്സും അല്ലെങ്കിൽ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാനും ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ എന്നെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാനാണെങ്കിൽ പോലും ചിന്തിക്കുക, നാളെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞിട്ട സംഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബാണ്, അതവിടെ കിടക്കും എന്നുള്ളത് അതൊരു തെളിവാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചിട്ട് പോയി പിന്നെ അടുത്ത ദിവസം പോയി വേറൊരാൾ സംസാരിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് എല്ലാത്തിനും പ്രൂഫുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും ആൾക്കാർ അത് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ റീലിട്ടേനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഒരു വ്യൂവർ നിങ്ങളൊരു മാന്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ചുമതലയാണ്. കാരണം നിങ്ങൾ എന്താണ്, ഒരു ഇൻഫ്ലുവൻസേഴ്സാണ്. ഒരു ഇൻഫ്ലുവൻസർ പറയും നിങ്ങൾ ഏത് രീതിയിലാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് എനിക്ക് വീണ്ടും 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 നിങ്ങളോട് എടുത്ത് ചോദിക്കേണ്ടതായിട്ട് വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാതിരിക്കുക എന്ന് പറയുക. സോ അതിനൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ള ദയാ സുജിത്ത്. യെസ്, പുള്ളിക്കാരി വളരെയധികം നല്ല രീതിയിൽ എയറിൽ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അതിനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് തന്നപ്പോഴാണെങ്കിലും അതിനുള്ള റിപ്ലൈ തന്നപ്പോഴാണ് വളരെ മാന്യമായിട്ട് വളരെ കൂളായിട്ട് ഇതിനെ എടുക്കുക. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈവൻ ഞാനാണെങ്കിൽ പോലും നമ്മുടെ ഒരു കണ്ടൻറ്റ് സോഷ്യലിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ പല അഭിപ്രായങ്ങളുള്ളവരുണ്ടായിരിക്കും, പല ചോദ്യങ്ങളുള്ളവരുണ്ടായിരിക്കും, പല കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് പോസിറ്റീവ്സ് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ പോസ്റ്റ്
പോസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഒരു സംഭവം ഇടുമ്പോൾ അവിടെ പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. സോ ആ അഭിപ്രായങ്ങളൊക്കെ കാണാൻ റെഡിയാണെങ്കിൽ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോ ഇടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ എന്തായാലും ഇവർ കുറച്ച് നാൾ മുന്നേ ഇട്ട വീഡിയോയും അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന വീഡിയോയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണുന്നത് ഈ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ് അത്രയേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പം എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ചിലർ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. പക്ഷെ അതൊന്നും എന്നെ കേൾപ്പിക്കില്ല കേട്ടോ. കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മളെ കേൾക്കാൻ ചിലർ പറയുമല്ലോ, അപ്പം അത് നമുക്ക് വിഷമം. ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രസന്ന വേണുഗോപാലിനെ തന്നെ നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ലൈഫിലുണ്ടായിരുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കേട്ടല്ലോ അല്ലേ? ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ എന്താണ് പറയുക, അമ്മമാർ രണ്ടുപേരുമാണ് പ്രാർത്ഥനയും ഇതുമായിട്ട് കാത്തിരുന്നത്. അവർക്ക് സന്തോഷമാകും, ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ്, അത്ര എക്സൈറ്റ്മെൻറ്റിലൂടെയാണ്. അത് അന്ന് പറയാൻ മടിച്ചെങ്കിൽ എന്തിനാണ് ഇപ്പോൾ വന്നിട്ട് അതിനെ ഒരു കുറച്ചിലായിട്ട് കാണുന്നത്? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ ഡോക്ടറിനെ പോയി കണ്ടിട്ട് പ്രഗ്നൻ്റ് ആകുക എന്നുള്ളതൊക്കെ ഒരു സാധാരണമായിട്ടുള്ള കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡുകളും അങ്ങനത്തെ, ഇപ്പം PCOD അതുപോലെ തന്നെ തൈറോയിഡ്, അങ്ങനെ പല അസുഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ അതൊക്കെ ഒരു എല്ലാവർക്കും തന്നെ ഉള്ളൊരു അത്രയും കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ. ഇപ്പം അതുപോലെ തന്നെ കൂടുതൽ കപ്പിൾസ് ആണെങ്കിൽ തന്നെ ഇപ്പം തന്നെ കുട്ടി വേണ്ട, ലൈഫ് ഒന്ന് സെറ്റിൽ ആവട്ടെ എന്ന് ചിന്തിക്കുന്ന പലവരും ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെയൊക്കെ കണ്ടിട്ടാണ് മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും തന്നെ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വന്ന് പറയുന്നതുകൊണ്ട് വളരെ എന്താ പറയുക, അത് ഭയങ്കര നാണക്കേടൊന്നും നിങ്ങൾ വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ വന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഇപ്പം പറയുമ്പോൾ അതിനെ വലിയ നാണക്കേടായിട്ട് കരുതേണ്ട കാര്യമൊന്നുമില്ല. സോ നിങ്ങൾ അതിനെക്കുറിച്ച് തുറന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ കൂടിയാണ് പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വന്ന് പറയുവാണെങ്കിൽ അതൊക്കെ കുറേ ആൾക്കാരെയൊക്കെ അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈവൻ നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നേരത്തെ വീഡിയോയിൽ, അതായത് നിങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇപ്പം തന്നെ നോക്കുന്നില്ല, കാരണം അല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോൾ തന്നെ നമ്മൾ നോക്കിയിരുന്നില്ല, കാരണം ഫിനാൻഷ്യലിയും അല്ലാതെയൊക്കെ സെറ്റിൽ. അത് കേട്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എങ്കിലും ഇൻഫ്ലുവൻസ് ആയി കാണുമായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യങ്ങളായിട്ട് നിങ്ങൾ എടുക്കും, അതിൻ്റെയൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കും. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ നേരത്തെ വന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തതാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാണ്, ഇപ്പം വന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ പഴയ വീഡിയോയിൽ നിങ്ങൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് ഇട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ വന്ന് പറയൂ. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഇതെല്ലാം ഇടുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കാണ്. സോ സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും പറഞ്ഞൊരു കാര്യം അത് അവിടെ തന്നെ കാണുമായിരിക്കും. സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.